അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 28-ന് ആക്ഷൻ കൗൺസിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി ST/SC കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി 27-ന് വാഹന പ്രചരണ ജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. തിരുവനന്തപുരം സ്വദേശിയും കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയുമായ നിതിൻ രാജിനെ ഇക്കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അഡ്മിഷൻ ലഭിച്ച അന്നു മുതൽ നിതിൻ രാജിനെ കോളേജിൽ നേരിടേണ്ടി വന്നത് കടുത്ത ജാതി വിവേചനമാണെന്നും നിറത്തിൻ്റെയും ജാതിയുടെയും സമ്പത്തിൻ്റെയും പേരിൽ അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിലെ പ്രതികളും അധ്യാപകരുമായ ഡോക്ടർ രാമനെയും ഡോക്ടർ സംഗീത നമ്പ്യാരെയും സംഭവം നടന്ന് 15 ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാതെയും ഏപ്രിൽ 10-ന് നിതിൻ രാജിനെ വിചാരണ ചെയ്ത് അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകരെ പ്രതി ചേർക്കുവാനോ ചോദ്യം ചെയ്യുവാനോ പോലും തയ്യാറാകാതെയും പോലീസ് കേസ് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചുമാണ് ഏപ്രിൽ 28-ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ കേരള ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിതിൻ രാജിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക, രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുക, കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദ് ചെയ്യുക, ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഹർത്താൽ. ഇതിൻ്റെ ഭാഗമായാണ് ST/SC കോർഡിനേഷൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് വാർത്താസമ്മേളനം നടത്തിയത്. ഹർത്താലിന് മുന്നോടിയായി 27-ന് ഇതേ വിഷയങ്ങൾ മുൻനിർത്തി വാഹന പ്രചരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രാവിലെ 9 മണിക്ക് പരപ്പയിൽ നിന്നും ഇത് ആരംഭിക്കുമെന്നും വെള്ളരിക്കുണ്ട്, മാലോം, കൊന്നക്കാട്, പാണത്തൂർ, ബന്തർക്ക, കള്ളാർ, ചുള്ളിക്കര, ഒടിയഞ്ചാൽ വഴി സഞ്ചരിച്ച് കാഞ്ഞങ്ങാട്ട് വാഹനജാഥ സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വൈകുന്നേരം 5 മണിക്ക് കാഞ്ഞങ്ങാട് ടൗണിൽ സമാപനത്തോടനുബന്ധിച്ച് പ്രകടനവും കലാകാരന്മാർ ചേർന്നുള്ള പ്രതിഷേധ കൊട്ടുംപാട്ടും സംഘടിപ്പിക്കും. പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാൻ വേണ്ടി പൈസ ഇല്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. അങ്ങനെ ആ രീതിയിലേക്കൊക്കെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നല്ലൊരു ശതമാനം നമ്മളെ ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ, ദളിത് ആദിവാസികളുടെ വിഷയം വരുമ്പോൾ ഇതിൻ്റെ പ്രിവിലേജ് ആയിട്ട് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളൊരു ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളൊരു ആയിട്ട് പറയുന്നില്ല. അതുകൊണ്ട് സമരങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പോകും. ദളിതുകളുടെ ആദിവാസികളുടെ സമരമായതുകൊണ്ട്, ഹർത്താൽ ആയതുകൊണ്ട് അതിനെ നേരിടാമെന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊക്കെ ശക്തമായി അതിൽ പ്രതികരിക്കും. ഒരു ജീവൻ്റെ വിലയാണ്. ആ ജീവൻ്റെ വില ഇനിയിപ്പോൾ ഒരു കേസ് കൊണ്ടോ ഇനി രണ്ടോ 3 ദിവസം ജയിലിൽ കിടന്നാൽ പോലും നമുക്കൊരു വിഷയമില്ലാത്ത രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അത് നമ്മുടെ വികാരമായിട്ടുള്ള നമ്മളൊരു വിഷയമാണ്. കാരണം ഇപ്പം നാളെ രതീഷിനോ അല്ലെങ്കിൽ പൊന്നപ്പനോ ഈ പ്രശ്നങ്ങൾ നേരിടാം എന്ന് നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനു മുമ്പിലൊരു ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും വളരെ ലാഘവത്തോടെ കാണാൻ വേണ്ടി നമ്മൾ തയ്യാറല്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധമായി മുന്നോട്ട്. AKMS, DSS കേരള, PRDS, ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് ST/SC ഓർഗനൈസേഷൻ, സാധുജന പരിഷത്ത്, ADMS ആദിവാസി കോർഡിനേഷൻ, KPJS, മൊഗേർ സർവീസ് സൊസൈറ്റി, മൊഗേർ സംഘം എന്നീ സംഘടനകൾ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. രതീഷ് കാട്ടുമാടം, അനീഷ് പയ്യന്നൂർ, പൊന്നപ്പ അമ്മങ്കോട്, ശ്രീനിവാസൻ ചീമേനി എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി ഹർത്താലും വാഹന പ്രചരണ ജാഥയും സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.